നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ഇവിടെ 1 കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. പച്ചരി ഒരു 4 മണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിർക്കാനിട്ടു. അതിൻ്റെ കൂടെ ഒരു 100 ഗ്രാം ചവ്വരി കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. കുതിർത്ത അരിയും ചവ്വരിയും കൂടെ ജാറിലോട്ട് ഇട്ട് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോറിട്ട് കൊടുക്കാം. ഇതിലേക്ക് 4 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഇളനീർ വെള്ളം എടുക്കണം. ഇളനീർ വെള്ളത്തിൽ ഒരു 1/4 സ്പൂൺ ഈസ്റ്റ് കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഇതിനു വേണ്ടി 1/2 കിലോ പഞ്ചസാര പൊടിച്ചെടുത്തതാണ്. അരച്ചെടുത്ത മാവ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റി ജാറ് കഴിയ വെള്ളത്തിലോട്ട് നമുക്ക് ഈ പൊടിച്ചു വെച്ച പഞ്ചസാര ഇട്ട് നന്നായിട്ട് കലക്കിയെടുക്കാം. നന്നായിട്ട് കലക്കിയെടുക്കുക. ഈ കലക്കി വെച്ച പഞ്ചസാര വെള്ളം നമുക്ക് ഈ മാവിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് നന്നായി ഇളക്കി ഒന്ന് നന്നായി യോജിപ്പിക്കണം. അതിനുശേഷം ഒരു 8 മണിക്കൂർ പുളിക്കാൻ വെക്കാം. മാവ് അടച്ചു വെച്ച് 8 മണിക്കൂർ പുളിക്കാൻ വെക്കാം. തേങ്ങാക്കൊത്തും കടലപ്പരിപ്പും കൂടി നെയ്യിൽ വറുത്തെടുത്തതാണ്. വട്ടയപ്പത്തിൻ്റെ മുകളിൽ വിതറിക്കൊടുക്കാനാണ് ഇത് വറുത്തെടുത്തത്. വട്ടയപ്പത്തിനുള്ള മാവ് 8 മണിക്കൂർ പുളിക്കാൻ വെച്ചു. അതിനുശേഷം തുറന്നു നോക്കാം. മാവ് നന്നായി പുളിച്ചിട്ടുണ്ട്. ഈ മാവ് 1 കിലോ പച്ചരി, 2 സ്പൂൺ ഉഴുന്ന്, 100 ഗ്രാം ചവ്വരി, 1/2 കപ്പ് ചോറ്, 2 ഗ്ലാസ് ഇളനീർ വെള്ളം, 1/2 സ്പൂൺ ഈസ്റ്റ്, 8 ഏലക്ക എന്നിവ ചേർത്ത് 2 തവണയായി അരച്ചെടുത്ത മാവാണ്. ഇതിലേക്ക് 1/2 കിലോ പഞ്ചസാര പൊടിച്ചത് ജാർ കഴുകിയ വെള്ളം ഉപയോഗിച്ച് നന്നായി യോജിപ്പിച്ചതും കൂടി ചേർത്ത മാവാണ്. നന്നായി പുളിച്ചു വന്നിട്ടുണ്ട്. ഈ മാവിലേക്ക് 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. മാവ് നന്നായി ഇളക്കി യോജിപ്പിക്കാം. മാവ് നന്നായി പുളിച്ചു വന്നിട്ടുണ്ട്. പാത്രം എടുക്കുക. ഈ പാത്രത്തിൽ കുറച്ച് നെയ്യ് തൂവി കൊടുക്കുക.
ഇതുപോലൊരു തവി എടുക്കുക. തവിക്ക് ഞാനിപ്പോൾ ഒരു 8 തവി ഒഴിച്ചു. അതുപോലെ എല്ലാ പാത്രത്തിലും 8 തവി മാവ് ഒഴിക്കുക. നമ്മൾ എടുക്കുന്ന പാത്രത്തിന് അരപ്പാത്രം മാവ് ഒഴിച്ചു കൊടുക്കുക. പാത്രത്തിലോട്ട് ഒഴിച്ചു വെച്ച മാവിൽ നെയ്യിൽ വറുത്ത് വെച്ച തേങ്ങാക്കൊന്തും കടലപ്പരിപ്പും കുറച്ച് വീതം മുകളിലൊന്ന് വിതറിക്കൊടുക്കുക. ഇഡ്ഡലി പാത്രം എടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ അടിയിലത്തെ തട്ടെടുത്ത് കമഴ്ത്തി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ മാവ് ഒഴിച്ചത് വയ്ക്കുക. അതിന് ശേഷം മൂടി വെച്ച് നന്നായി അടച്ചു വെച്ച് വേവിക്കുക. അടുപ്പിൽ വെച്ച മാവ് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് ഉപയോഗിച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വെക്കാം. ഇതുപോലൊരു കത്തി ഉപയോഗിച്ച് വട്ടയപ്പത്തിൻ്റെ സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളകി വരാൻ വേണ്ടിയാണ്. നല്ല സോഫ്റ്റായ 6 വട്ടയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഈ വട്ടയപ്പം 2 ദിവസം വരെ റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഉപയോഗിക്കാം.
വട്ടയപ്പം ഇതേ രീതിയിൽ കട്ട് ചെയ്ത് ഉപയോഗിക്കാം.